ഞങ്ങളുടെ യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. രാവിലെ 5 മണിക്ക് പുറപ്പെട്ട് 8 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. യാത്രാ ക്ഷീണം തീർത്ത് ബസ്സിൽ നിന്നും പുറത്തിറങ്ങി പരസ്പരം കുശലാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിനോദസഞ്ചാരികളെല്ലാം. പ്രകൃതിയുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാം എന്ന് കരുതി ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നതേ ഉള്ളൂ പല വിനോദസഞ്ചാരികളും. അതെ, നമ്മുടെ ആനവണ്ടിയാണ് ഞങ്ങൾക്ക് ഈ യാത്രാ സൗകര്യം ഒരുക്കി തന്നിട്ടുള്ളത്. തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും സംഘടിപ്പിക്കുന്ന ഉല്ലാസയാത്രയുടെ ഭാഗമായാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ടൂർ മാനേജരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ പ്രഭാത ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വളരെ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന വിവിധ വൃക്ഷങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ കെട്ടിടത്തിലാണ് ക്യാൻറ്റീൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ക്യാൻറ്റീനിലെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉല്ലാസയാത്രയ്ക്ക് ഊർജം പകരാൻ പുട്ടും കടലയുമാണ് വളരെ നല്ലത് എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായാവാം ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ അവർ പുട്ടും കടലയും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശപ്പ് തീർക്കാൻ ഞങ്ങൾ ഓരോരുത്തരും പുട്ടും കടലയും പാത്രത്തിൽ ശേഖരിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഭക്ഷണത്തിന് ശേഷം ഉന്മേഷവാന്മാരായി ഞങ്ങൾ കാൽനട യാത്ര ആരംഭിച്ചു. ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് പിന്നീട് അറിയാൻ കഴിയും. ഞങ്ങൾ കാൽനടയായി എത്തിച്ചേർന്നിരിക്കുന്നത് സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ ഓഫീസിലേക്കാണ്. അവിടെ നിന്നും ടിക്കറ്റ് എടുത്തതിന് ശേഷം വനം വകുപ്പിൻ്റെ പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിൽ ഞങ്ങൾ വനത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ്.
ഇതാ ഞങ്ങൾ വനമേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി വനത്തിലെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമുക്ക് യാത്ര തുടരാം.